നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാഹുൽ സജി തന്നെയാണ് ഈ ഇരട്ട കൊലപാതകം നടത്തിയെന്ന് ഏറെക്കുറെ അനുമാനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ സജിയെ കയ്യിൽ കിട്ടണമായിരുന്നു. ഇപ്പോൾ സജിയെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ? ശ്രുതി, കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി സജി കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഈ കാണുന്ന നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രതിയുമായുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ആദ്യം ചോദ്യം ചെയ്ത സമയത്ത് തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം. എന്തായാലും എന്തിനു വേണ്ടി ഈ കൃത്യം നടത്തി എന്നതാണ് ഇനി തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള സജിയിൽ നിന്നും തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ് ഈ കൃത്യം നടത്തിയതെന്ന വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള സജിയിൽ നിന്നും കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് 12 കൂടിയായിരുന്നു ഈ വീടിന് സമീപത്തു നിന്നും പ്രതിയായിട്ടുള്ള സജിയെ ആദ്യം നാട്ടുകാർ പിടികൂടുന്നത്. നാട്ടുകാർ പിടികൂടിയ ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതിനുശേഷം മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അറിയേണ്ടത് പിതാവിൻ്റെ ദുരൂഹതയാണ്. പിതാവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് സഹോദരിക്ക് വലിയ രീതിയിലുള്ള പരാതിയുണ്ട്. അപ്പോൾ സഹോദരി ആ പരാതിയിൽ അന്വേഷണം വേണം, പുനരന്വേഷണം നടത്തണമെന്ന് കുടുംബം നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിലാണ് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത്. എന്തായാലും സജിയുമായുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ള ഒരുപക്ഷേ ഈ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം മരിച്ച മേരിക്കുട്ടിയുടെയും റെജിയുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉച്ചയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ശ്മശാനത്തിൽ കൊണ്ടുപോയി രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സഹോദരി ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സഹോദരിയുടെ ഒരു പ്രതികരണം കൂടി തേടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സജി കുറ്റം സമ്മതിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് തന്നെയാണല്ലേ പ്രതീക്ഷിച്ചത്? അത് തന്നെ പ്രതീക്ഷിച്ചത്. പിന്നെ അവൻ തന്നെയാണോന്നുകൂടെ അറിയണം. അതെങ്കിലും പിന്നിലുണ്ടോന്ന് അറിയണം. തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലത്. ഉണ്ടോയെന്നും അറിയണം. തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടത് ആണെങ്കിൽ അവൻ അങ്ങനെ തന്നെ. കൂടാതെ പിതാവ് മാത്യുവിൻ്റെ തിരോധാനത്തിൽ ചോദിക്കണം, അതും അന്വേഷിക്കണം. ഇതിങ്ങനെ രണ്ടെണ്ണം ചെയ്തവന് അതെനിക്ക് മനസ്സിലുണ്ട്, ഈസിയാണ്. അപ്പം ഇത്രയും കാലമായിട്ട് അവനങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതിൻ്റെ പേരിലാണോ സംശയമാണത്. ശ്രുതി, അത് തന്നെയാണ് സഹോദരിയായിട്ടുള്ള സിനിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.